പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരുടെ നിർദ്ദേശങ്ങളില്ലാതെ തന്നെ പരിസ്ഥിതി സ്നേഹം പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. അവർ സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നു, സസ്യലതാദികളെ നട്ടുനനച്ചു പരിപാലിക്കുന്നു, പരിസ്ഥിതി സൗഹൃദ ഉദ്യാനത്തിലിരുന്ന് ഭാവി സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നു. പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ തന്നെ മരത്തെ നട്ടുപിടിപ്പിക്കൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ആരംഭിച്ചതാണ്. കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ട് സ്കൂൾ കോമ്പൗണ്ടിന് ചുറ്റും വിവിധയിനം തണൽമരങ്ങൾ നടുകയും പിന്നെ സ്കൂളിൽ ഇപ്പം കെട്ടിടങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്ന ഏതാണ്ട് 1 ഏക്കർ സ്ഥലത്ത് ആയിട്ട് വിവിധ തരത്തിലുള്ള ഒരു 600ഓളം മരത്തൈകൾ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് മഹാഗണി, മാഞ്ചിയം, തേക്ക്, പ്ലാവ് തുടങ്ങിയ വിവിധയിനം മരങ്ങൾ ആണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ തങ്ങൾ ചെയ്യുമ്പോൾ ഇളം തലമുറയും തങ്ങളുടെ വഴിയിലൂടെ തന്നെ നടന്നു വരുമെന്നാണ് മുതിർന്ന കുട്ടികളുടെ പ്രതീക്ഷ. ഭൂമിക നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സീഡ് പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. ഞങ്ങളുടെ പുറകെ വരുന്ന മറ്റു കൂട്ടുകാർക്ക് ഇവിടെ മരത്തണലിരുന്ന് വിശ്രമിക്കാനും അവർക്ക് നല്ല കളികളൊക്കെ കളിക്കാനൊക്കെ സാധിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ സ്കൂളിന്റെ പരിസരവും ഗ്രൗണ്ടും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്ന തലമുറയും ഇതുപോലെ തന്നെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു സർക്കാർ വിദ്യാലയത്തിന്റെ പരിമിതികൾക്കപ്പുറം എടുത്തു പറയത്തക്ക പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. മരങ്ങൾ നശിപ്പിക്കാതെ സ്കൂളിൽ മതിൽ കെട്ടിയതിനൊപ്പം കുന്നിൻ മുകളിലുള്ള കെട്ടിടങ്ങളോട് ചേർന്ന് പ്രകൃതിയോട് ഇണങ്ങിയ വിധത്തിൽ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ച് പാർക്ക് പോലെ രൂപപ്പെടുത്തി വരികയാണ്. കുട്ടികൾ നട്ടുനനച്ചു പരിപാലിക്കുന്ന ഒരു സ്മൃതിവനവും ഇവിടെയുണ്ട്. ഔഷധ സസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവയെല്ലാം ഇവിടെ മലമേട്ടിൽ കുട്ടികൾ പരിപാലിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ സീഡ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ സ്മൃതിവനം എന്ന ഒരു പദ്ധതിയാണ് നമുക്ക് ഈ വർഷം ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിട്ടുള്ളത്. അത് നമ്മളൊരു 600ഓളം മരത്തൈകൾ വെച്ച് സംരക്ഷിക്കുക, അതുപോലെ മൺമറഞ്ഞുപോയ ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ ഓർമ്മയ്ക്ക് വേണ്ടി ആ ഓരോ മരത്തിന് അവരവരുടെ പേരുകൾ നൽകി അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ നൽകി അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ സ്മൃതിവനം പദ്ധതി. പരിസ്ഥിതിക്ക് സൗഹൃദമായ രീതിയിൽ കുട്ടികൾക്കും മനുഷ്യർക്കൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ മരത്തണലിലുള്ള ഒരു പാർക്കാണത്. അപ്പോൾ ആ പാർക്കിന്റെ ഒരു സംരക്ഷണവും നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഒന്നാണ്. അടുത്തതായി നമുക്ക് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം. നമ്മുടെ വിദ്യാലയം പ്ലാസ്റ്റിക് രഹിത വിദ്യാലയമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു കഷ്ണം പ്ലാസ്റ്റിക് പോലും നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഇടാതിരിക്കുവാനും വരുന്ന വേസ്റ്റായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ അല്ലെങ്കിൽ ഡംപ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അതുങ്ങളുടെ കുട്ടികൾ ഏറ്റെടുക്കണം. അപ്പോൾ നമ്മുടെ ഹരിതാഭമായ ഒരു സ്കൂള് അല്ലെ പരിസ്ഥിതി സൗഹൃദപരമായ ഒരു സ്കൂൾ അന്തരീക്ഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞാൻ അതിനുവേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിക്കാം. നമ്മുടെ പ്രാണവായു, നമ്മുടെ ഓക്സിജൻ, നമുക്ക് ആവശ്യത്തിന് ശ്വസിക്കാനുള്ള ഓക്സിജൻ എല്ലാം തരുന്നത് ഈ മരങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ മരങ്ങളില്ലെങ്കിൽ, മരങ്ങൾ മുഴുവൻ നശിച്ചാൽ നമ്മുടെ മാനവരാശിയും നശിക്കും. അപ്പം മനുഷ്യന് ജന്തുക്കൾക്കൊക്കെ ശ്വസിക്കുന്നതിനുള്ള പ്രാണവായു, അതിലെ പ്രധാന ഘടകമായ ഓക്സിജൻ തരുന്നത് മരങ്ങളാണ്. അപ്പോൾ
6 മാസത്തിനുള്ളിൽ വിദ്യാലയത്തിലും പണിക്കൻകുടി ഗ്രാമത്തിലും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പൂർണ്ണമായി സാക്ഷാത്കരിക്കുക എന്ന ശ്രമകരമായ ലക്ഷ്യമാണ് ഇപ്പോൾ ഈ വിദ്യാലയത്തിനുള്ളത്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും പരിസ്ഥിതി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സ്കൂളിൽ നടന്നുവരുന്നു.